പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ ചിരിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളെല്ലാവരും ക്ഷേമത്തോട് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടെ ആയിരിക്കുന്നു എന്ന് കർത്താവിൽ ഈ പ്രഭാതവും ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 115-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല. ദൈവം അത്രയ്ക്ക് ഉന്നതനും നാം തീരെ ബലഹീനരുമാണ്. ഇത്ര നിസ്സാരനായ മനുഷ്യനെ ദൈവം ഓർക്കുവാൻ നാം എന്തുള്ളൂ? സൃഷ്ടാവിന് സൃഷ്ടിയുടെ എല്ലാ കാര്യങ്ങളും നന്നായി അറിയാം. ഇങ്ങനെയുള്ള നിസ്സാരനായ മനുഷ്യനെ ദൈവം ഓർക്കുകയും അവൻ്റെ സർവ്വ ആവശ്യങ്ങളും ദൈവം നിവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് എത്രയോ അത്ഭുതകരമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരോട് ദൈവം അരുളി ചെയ്തിട്ടുള്ള ഉടമ്പടികളെ ദൈവം ഒരിക്കലും മറന്നു പോവുകയില്ല. തൻ്റെ ദാസന്മാരെ മറക്കാത്ത ദൈവം നമുക്കുണ്ട്. ആമേൻ. ദൈവം നമ്മെ ഓർക്കുകയും വിചാരിക്കുകയും ചെയ്യുന്നു എങ്കിൽ നാമും ദൈവത്തെയും അവിടുത്തെ പ്രമാണങ്ങളെയും നിശ്ചയമായി ഓർക്കണമെന്നും അനുസരിക്കണമെന്നും തിരുവചനം പറയുന്നു. 1, നാം ദൈവത്തിന് വിശുദ്ധരായിരിക്കണം. ആമേൻ. 2, ദൈവമാണ് സകലതും തന്നതെന്ന് നാം മറന്നു പോകരുത്. 3, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കണം. 4, ദൈവം വിടുവിച്ച വിധങ്ങൾ മറന്നു പോകരുത്. 5, പാപം ചെയ്തവരെ ദൈവം ശിക്ഷിച്ചത് നാം ഓർക്കണം. 6, ക്ഷീണിച്ചു പോയാൽ ശത്രു തകർക്കുമെന്നും നാം അറിഞ്ഞിരിക്കണം. 7, ആരാധന ദിവസത്തെ നാം മറന്നു പോകാതെ ഓർത്ത് ദൈവത്തെ ആരാധിക്കണം. 8, യൗവനത്തിൽ സൃഷ്ടാവിനെ ഓർക്കണം. ആമേൻ. 9, വിവിധ സന്ദർഭങ്ങളിൽ നമുക്ക് ഉപകാരങ്ങൾ ചെയ്തവരെ നാം മറന്നു പോകരുത്. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഉപകാരം ചെയ്തവരെ നാം മറന്നു പോകുന്ന ഒരു ശീലം നമുക്കുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തകർച്ചയും ഉയർച്ചയ്ക്ക് വകയില്ലാതെ പോകുന്ന ഒരനുഭവം കൂടി നമ്മുടെ ജീവിതത്തിൽ കാണുവാനുണ്ട്. 10, അർഹതയില്ലാത്ത സ്ഥാനത്തു നിന്നും ദൈവം നമ്മെ ആദരിച്ചത് ഓർക്കണം. നാം കർത്താവിനായി ചെയ്ത കാര്യങ്ങളിൽ ദൈവം ഒരിക്കലും മറന്നു പോകുകയില്ല. നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത പരീക്ഷ ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കുകയില്ല. അതുപോലെ നോഹയെ ദൈവം ഓർക്കുവാനിടയായി. നോഹയെ ദൈവം മറന്നിരുന്നെങ്കിൽ അത് എത്ര ഭീകരമായിരുന്നു എന്ന് ഒന്ന് ഓർത്തു നോക്കൂ. അഗ്നിയിൽ നശിച്ചു പോകേണ്ട ലോത്തിനെ ദൈവം വിടുവിച്ചത് അബ്രഹാമിൻ്റെ പ്രാർത്ഥനയെ ഓർത്താണ്. പ്രിയ ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിലും അനേകർക്ക് വേണ്ടി നശിച്ചു പോകുന്ന അനേകർക്ക് വേണ്ടി, നശിച്ചു പോകാമായിരുന്ന അനേകർക്ക് വേണ്ടി, തകർന്നു പോകാമായിരുന്ന മരണക്കെണികളിൽ നിന്നും വിടുവിച്ച് പ്രാർത്ഥനയും ഉപവാസങ്ങളിലും കൂടെ ഉന്നതങ്ങളിൽ, ആമേൻ, ഉയർച്ചകളിൽ, വിശാലതകളിൽ, സന്തോഷങ്ങളിൽ, സമാധാനങ്ങളിൽ അനേകർക്ക് വിടുവിക്കപ്പെട്ടത്, ആമേൻ, ദൈവദാസന്മാരുടെ, ദൈവദാസിമാരുടെ, ദൈവസഭയുടെ പ്രാർത്ഥന തന്നെയാണ്. നമ്മെ ആരും ഓർക്കാതിരിക്കുമ്പോൾ നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. അനേകർ അതൊക്കെ മറന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് പ്രഭാതം ദൈവവചനം പറയുന്നു, ആമേൻ, ആര് ഓർക്കാതിരിക്കുന്നാൽ നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. അനേകരുടെ വിഷയത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ച വ്യക്തിയായിരിക്കാം. ഒത്തിരി പ്രിയപ്പെട്ടവരുടെ കഷ്ടതയിൽ കൈത്താങ്ങിയ വ്യക്തിയായിരിക്കാം. കുഞ്ഞെ, ഈ പ്രഭാതം നീ ഉപവസിച്ചതും പ്രാർത്ഥിച്ചതും നീ കരഞ്ഞതൊന്നും വ്യർത്ഥമായി പോകുകയില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്കായി ഈ പ്രഭാതം വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ ഭക്തനോടുകൂടെ ചേർന്ന് നമുക്കും പറയാം, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. നിശ്ചയമായും നമ്മെയും ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ കണ്ണുകളെ ദിവസത്തിനിടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്ന നാഥ, ഈ പ്രഭാതവും ഈ ശബ്ദം ശ്രവിക്കുന്ന അങ്ങയുടെ ദാസിദാസന്മാരെ എല്ലാവരെയും
ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്കായി കൈത്താങ്ങിയവരുണ്ട്. ഞങ്ങളുടെ ആലയം പണിയുവാൻ കർത്താവേ സ്തോത്രം കരങ്ങൾ തുറന്ന് സഹായിച്ചവർ, ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടു സഹോദരങ്ങൾ, കർത്താവ് ഒത്തിരി പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ശുശ്രൂഷകർക്കായി കരം തുറന്ന് ഹൃദയം തുറന്ന് സഹായിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും ഓർക്കുന്നു. ഈ ദിവസങ്ങളിൽ എല്ലാവരെയും ഇവിടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കണം. തലമുറകളുടെ മാനസാന്തരത്തിനായി കരയുന്ന മാതാപിതാക്കളെ ദൈവം ആദരിക്കണം. ഭവനമില്ലാതെ കരയുന്നവരുണ്ട്. കർത്താവെ, ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ ദൈവം എല്ലാ പ്രാർത്ഥനയുടെ മറുപടികൾ നൽകി മാനിച്ചാദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.